ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് റാഗി സേമിയ ഉപ്മാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി 2 കപ്പ് റാഗി സേമിയ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നെകയ്ക്ക് വെള്ളമൊഴിച്ച് 3 മിനിറ്റ് നേരം കുതിരാനായി വയ്ക്കുക. കുറേ നേരം സേമിയ വെള്ളത്തിലിട്ടാൽ കുഴഞ്ഞു പോകും എന്നതിനാൽ വളരെ ശ്രദ്ധയോടെ 3 മിനിറ്റ് ആവുമ്പോൾ തന്നെ വെള്ളത്തിൽ നിന്ന് സേമിയ അരിച്ച് മാറ്റാൻ ശ്രമിക്കുക. വലിയൊരു അരിപ്പയിലേക്ക് സേമിയ മാറ്റി അതിലെ വെള്ളം തോർന്നു പോകാനായി വയ്ക്കുക. അതിനുശേഷം ഒരു ഇഡ്ഡലി കുക്കറിലേക്ക് മാറ്റി 5 മിനിറ്റ് വേവിച്ചെടുക്കുക. വേവിച്ച സേമിയ ഒരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാനായി വയ്ക്കുക. ഇനി ഉപ്പുമാവിലേക്ക് ചേർക്കേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കടുക്, ഉഴുന്നുപരിപ്പ് എന്നിവ കൂടാതെ പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങ എന്നിവയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് വറുത്തെടുക്കുക. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, ഉള്ളി, വറ്റൽമുളക്, 1/2 കപ്പ് തേങ്ങ ചിരകിയത്, കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റിയതിന് ശേഷം മുൻപേ വേവിച്ച് ചൂടാറാനായി വച്ചിരുന്ന റാഗി സേമിയയും കൂടെ ചേർത്ത് ഒന്നുകൂടി നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റാഗി സേമിയ ഉപ്മ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിന്നീസ് പ്ലേസ്.